ഷൈനി മക്കളും കൊല്ലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് നോബി ഊരാക്കുരുക്കിലേക്ക് തന്നെ ചെന്ന് വീണിരിക്കുന്നു എന്നുകൊണ്ട് മനസ്സിലാക്കാൻ വാസ്തവത്തിൽ ഈ കുരുക്ക് അഴിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു മൂത്ത മകനെ ഇറക്കിക്കൊണ്ട് ഷൈനിയുടെ മൃതദേഹം ചുങ്കം പള്ളിയിൽ അടക്കാൻ തീരുമാനിച്ചത്. വാസ്തവത്തിൽ ഷൈനി മനസ്സും കെട്ടുപോകുന്നതാണ് മക്കളുമായി. അവിടെ ജീവിക്കാൻ കഴിയില്ല എന്ന സാഹചര്യത്തിൽ ഇനി ഒരിക്കലും ഒന്ന് കാണാനോ ഓർക്കാനോ പോലും അങ്ങോട്ട് പോവരുത് എന്ന വാശിയിലാണ് ഷൈനി ചുങ്കം പ്രദേശം വിട്ടു പോകുന്നത്. ചുങ്കത്തുകാർക്കും അതറിയാം. വാസ്തവത്തിൽ ഷൈനിയുടെ നാട്ടുകാർ മാത്രമല്ല, ഷൈനിയുടെ ഭർത്താവിന്റെ നാട്ടുകാരും നോബിയുടെ കുടുംബത്തിനെതിരെ മൊഴി കൊടുത്തിരുന്നു. ഇതും ഈ കേസിൽ നിർണായകമായി. വലിയ പോലീസ് സന്നാഹത്തോടെയാണ് സംസ്കാരം നടന്നത്. നാട്ടുകാർ വളരെ പ്രതിഷേധത്തിലായിരുന്നു. നോബിയുടെ നാട്ടുകാർ നോബിയെ കയ്യേറ്റം ചെയ്യുമെന്ന സാഹചര്യം രൂപപ്പെട്ടപ്പോൾ നോബി വീട്ടിൽ തന്നെ ഇരിക്കാൻ സംസ്കാരത്തിന് എത്തിയില്ല. നാട്ടുകാർ നിസ്സഹകരിക്കുകയായിരുന്നു. അയൽപക്കത്തെ വീട്ടുകാർ ഗേറ്റ് പോലും തുറന്നു കൊടുത്തില്ല എന്ന് ഞങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഒരേ സമയം തന്നെ ഷൈനിയുടെ മരണം നോബിയെയും നോബിയുടെ കുടുംബത്തെയും രണ്ട് നാട്ടിലും, അതായത് ഷൈനിയുടെ നാട്ടിലും നോബിയുടെ നാട്ടിലും വെറുക്കപ്പെട്ടവരാക്കി. അതിന്റെയൊക്കെ തുടർച്ചയായാണ് നാട്ടുകാരുടെ പരാതി, ബന്ധുക്കളുടെ പരാതിയൊക്കെ സ്വീകരിച്ചുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കുറ്റസമ്മതം നടത്തിയ നോബി ജയിലിലേക്ക് പോവുകയാണ്. നോബിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഗാർഹിക പീഡനവും ആത്മഹത്യാ പ്രേരണയുമാണ്. രണ്ടും 7 വർഷത്തിലധികം ശിക്ഷ കിട്ടുന്ന കുറ്റകൃത്യങ്ങളാണ്. എന്തായാലും ഷൈനിക്ക് നീതി താൽക്കാലികമായി കിട്ടിയിരിക്കുന്നു എന്ന് കരുതാം.